ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാനായി ആദ്യം ഒരു പാനിലേക്ക് ഞാൻ 2 ഗ്ലാസ് പാലെടുത്ത് തിളപ്പിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് തിളപ്പിക്കുന്നത്. പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. മധുരം അധികം ആവശ്യമില്ലാത്തവർ അതിൽ കുറച്ച് ചേർത്താലും മതി. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് ചേർക്കാം. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് സഫയുടെ കസ്റ്റാർഡ് പൗഡറാണ്. വാനില ഫ്ലേവറാണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മളത് ഡയറക്റ്റ് ചൂട് പാലിലോട്ട് ചേർത്താൽ അത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു അല്പം പാലെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ചേർക്കുകയാണ്. ഇനി ഇത് കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പാലിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയില്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആറാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് നാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാതളം, മുന്തിരി, മാമ്പഴം, ആപ്പിള് എന്നീ ഫ്രൂട്ട്സുകളാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇന്ന ഫ്രൂട്ട്സ് ചേർക്കാമെന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഫ്രൂട്ട്സ്. അതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ വയ്ക്കാതെയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് ഒരല്പം തണുപ്പ് കൂടി കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഫ്രൂട്ട് കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.